ഇങ്ങനെയുള്ള മൾട്ടിമീറ്ററിൽ ഈ ഒരു 10 ആംപിയർ എന്നടിയേക്കുന്ന ഈ ഒരു പോയിന്റ്, ഇതിൻ്റെ ഉപയോഗവും ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ലാത്ത ഒരുപാട് പേരുണ്ട്. അതുപോലെ ഇങ്ങനെയുള്ള മൾട്ടിമീറ്ററിൻ്റെ ഈ ഒരു ഡിസ്പ്ലേയിൽ ഈ കാണുന്ന പോലത്തെ ഒരു മൈനസ് പോയിന്റ് ഇടയ്ക്ക് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ രണ്ട് കാര്യങ്ങളും ക്ലിയർ ആക്കി തരാം. അപ്പോൾ ഇങ്ങനെയുള്ള മൾട്ടിമീറ്ററിൽ ഈ ഒരു 10 എന്ന് എഴുതിയേക്കുന്ന ഈ ഒരു പോയിന്റ്, ഇത് ആംപിയർ ചെക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് മിക്കവരും തെറ്റിച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തത്. അപ്പോൾ ഇതിനായിട്ട് മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് ഒരെണ്ണം ഏറ്റവും മുകളിലെ പോയിന്റിലും ഒരെണ്ണം ഏറ്റവും അടിയിലാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഉദാഹരണമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു DC മോട്ടറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു DC മോട്ടർ വർക്ക് ചെയ്യാൻ എത്ര ആംപിയറാണ് എടുക്കുന്നത് നമുക്കിത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ഞാനിവിടെ ഒരു ബാറ്ററി എടുത്തിട്ടുണ്ട്. അപ്പം ബാറ്ററിയുടെ നെഗറ്റീവും മോട്ടറിൻ്റെ നെഗറ്റീവും ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ബാറ്ററിയുടെ പോസിറ്റീവ് മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് പ്രോബിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. മോട്ടറിൻ്റെ പോസിറ്റീവ് മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് പ്രോബിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ കണക്ട് ചെയ്യുമ്പോൾ മോട്ടർ വർക്ക് ചെയ്യും. അതോടൊപ്പം നമുക്ക് ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യുന്നതിൻ്റെ ആംപിയർ അറിയാൻ പറ്റും. മോട്ടറിൽ കൂടുതൽ ലോഡ് കൊടുക്കുന്നതനുസരിച്ച് ആംപിയറും കൂടുന്നുണ്ട് ഇവിടെ. അതുപോലെ നമുക്ക് ഈ ഒരു മോട്ടറിൻ്റെ മാത്രമല്ല എല്ലാ ഉപകരണങ്ങളിലും അത് വർക്ക് ചെയ്യാനുള്ള ആംപിയർ ഈ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്തായിട്ട് മൾട്ടിമീറ്ററിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് പോയിന്റ് ഇടയ്ക്ക് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് പോയിന്റ് മൾട്ടിമീറ്ററിൽ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നത് നമ്മളിതിലേക്ക് പോസിറ്റീവ് നെഗറ്റീവും തിരിച്ചു കൊടുക്കുമ്പോഴാണ്. ഉദാഹരണമായിട്ട് കാണിച്ചു തരാം. ഞാനിവിടെ മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് പ്രോബിലേക്ക് ബാറ്ററിയുടെ പോസിറ്റീവാണ് കണക്ട് ചെയ്തേക്കുന്നത്. പോസിറ്റീവ് പ്രോബിലേക്ക് ബാറ്ററി നെഗറ്റീവാണ് കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെ തിരിച്ചു കൊടുത്താലും വോൾട്ട് കാണിക്കും. ആ ഒരു സമയത്താണ് ഈ നെഗറ്റീവ് പോയിന്റ് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നത്.